എല്ലാവർക്കും നല്ല നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖമാണ്. കേരളത്തിലോട്ട് പോകുന്ന യാത്ര ഇപ്പോൾ ഗോവ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി. നമ്മുടെ സുഹൈൽ നിന്നിട്ട് ഞങ്ങൾ പുറത്തു പോയിട്ട് വന്നതാണ്. പക്ഷെ വിശേഷങ്ങൾ ഗോവയിലെയാണ്. ഓൾഡ് ഗോവയിലെ വ്യത്യസ്തവും കൗതുകവുമായിട്ടുള്ള കാഴ്ചകളാണ് കാത്തിരിക്കുന്നത്. കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണേ. 8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ വന്നതാണല്ലേ. അവിടെയാണ് ഉമ്മച്ചി ചാടി ഇറങ്ങി പെപ്പർ സ്പ്രേ ചികിത്സിക്കുന്നത്. ഓരോ 10 വർഷത്തിലാണോ ഇത് എടുക്കുന്നത്? ഡിസ്പ്ലേ 2024 എടുക്കും അല്ലേ. വേൾഡ് ഹെറിറ്റേജ് മോണുമെന്റ് ആണ്. സുവാരി നദിയുടെ മേളിൽ കൂടെയുള്ള യാത്ര ഗോവയിൽ തുടങ്ങിക്കഴിഞ്ഞു. എല്ലാവർക്കും നല്ല നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന എവിടോട്ടാ ചേച്ചി? ഓൾഡ് ഗോവ, അതുപോലെ തന്നെ പഞ്ചിം, ഗോവയുടെ ക്യാപിറ്റലായ പഞ്ചിം. ഈ 2 സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും സെറ്റാണ്. അപ്പൊ ഇതാ നദിയുടെ മേളിൽ കൂടെ ഉള്ള അടിപൊളി കിടക്കാച്ചി പാലം. പാലത്തിന്റെ താഴെ സുവാരി നദി. ഇന്നലെ നമ്മൾ പോയ ദ്വീപൊക്കെ ആ സൈഡിൽ കാണാം. പാച്ചുവും അത്ഭുത വിളക്കിനകത്തുള്ള സീനൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെ തന്നെ ഞങ്ങൾ ആ സിനിമയിൽ ഇരുന്ന് കണ്ടു അല്ലേ. ഒരു സൈൻ ബോർഡ് കാണാനായിട്ട് പറ്റും. ഓൾഡ് ഗോവ 10 കിലോമീറ്റർ റൈറ്റ് എടുത്ത് പോവുക. മുംബൈ പഞ്ചിം ഒക്കെ പോകുന്ന വഴി എന്ന് പറയുന്നത് നേരെയാണ്. ഇതാ ഈ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് നമ്മൾ റൈറ്റ് എടുക്കുകയാണ്. ഇനി നമ്മൾ ഓൾഡ് ഗോവയിലേക്കാണ് പോണത്. പണ്ടത്തെ പ്രതാപം എല്ലാം ഉൾക്കൊള്ളുന്ന ഓൾഡ് ഗോവ. ഓൾഡ് ഗോവയിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പല പള്ളികൾ നമുക്ക് കാണാം. ചെറിയ ചെറിയ പോർച്ചുഗീസ് മാതൃകയുള്ള ഒരുപാട് പള്ളികൾ നമുക്കിവിടെ കാണാം. ആദ്യത്തെ പള്ളി നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന തട്ടുതട്ടായിട്ട് പഴയ വീടുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. പഴയ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. എങ്കിലും പുതിയ റോഡ് ഡെവലപ്പ് ചെയ്ത് കയറ്റുകയാണ്. പഴയ റോഡ് മാറ്റിയിട്ട് പുതിയ 2-4 ലൈനാക്കി മാറ്റുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. പഴമയുടെ എല്ലാ മൂർത്തിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു അമ്പലം. നോക്ക്, ജൈന ബുദ്ധ മാതൃകയുള്ള അമ്പലമാണ്. അതിമനോഹരമായ വഴികള്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായി അല്ലേ ചേച്ചി? എവിടേക്കാ നമ്മളിപ്പോ പോകുന്നത്? ഓൾഡ് ഗോവയിലെ ബോം ജീസസ് ബസിലിക്കയിലേക്കാണ് നമ്മൾ ചെന്ന് കയറാനായിട്ട് പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഗോവയുടെ ഒരു ഭൂപ്രകൃതി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി. കർമാലി റെയിൽവേ സ്റ്റേഷൻ. ആ ബോർഡ് കണ്ടപ്പോഴാണ് ഇന്നലെ പാച്ചുവും അത്ഭുത വിളക്കിനകത്ത് കർമാലി റെയിൽവേ സ്റ്റേഷനിലാണ് അവർ ഇറങ്ങുന്നത്. അതെ അതെ കർമാലി റെയിൽവേ സ്റ്റേഷൻ. അവിടെയാണ് ഉമ്മച്ചി ചാടി ഇറങ്ങി പെപ്പർ സ്പ്രേ ചികിത്സിക്കുന്നത്. നല്ലൊരു സ്ഥലം അല്ലേ. അപ്പം വിശദമായ ഗോവയുടെ ഒരു അവലോകനമാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒട്ടും മടി വിചാരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള റിയൽ ലൈഫ് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു വഴിയാണ്. ഇവിടെ തന്നെ നല്ലൊരു അമ്പലം നിങ്ങൾക്ക് കാണാം. ശ്രീ വടേശ്വർ ദേവസ്ഥാൻ. 2023 ഇന്ത്യ G20. ഇവിടെ വന്നാൽ ഞാൻ ഓർക്കുന്നു കേട്ടോ അന്ന് വന്നത്. ഇതാണ് ബോം ജീസസ് അല്ലേ. ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, ആൾക്കാർ തിരക്കുണ്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഓൾഡ് ഗോവയിലെ ബോം ജീസസ് എന്ന് പറയുന്ന ദേവാലയത്തിലാണ്. ഇതായത് കാണാം, നല്ലവനായ ക്രിസ്തു എന്ന് ഉള്ള നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ. അപ്പുറത്ത് കാണുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനമാണ്. ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ ഇവിടെയുണ്ട്. പോർച്ചുഗീസ് വാസ്തുശില്പശൈലിയിൽ നിർമ്മിതമായിട്ടുള്ള ഒരു പുരാതനമായ വളരെ പഴയ ഒരു ദേവാലയമാണിത്. വടവൃക്ഷങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും.
സൈഡിലുള്ള അലങ്കാര പനകളുടെ ആ വലിപ്പം കണ്ടോ, എത്രയോ പഴയ പനകളാണ്. അപ്പുറത്തായിട്ട് കാണുന്നതും അതുപോലെ തന്നെ ദേവാലയങ്ങളാണ്, പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളാണ്. അതിപ്പം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അധീനതയിലാണ്. അതിനകത്ത് പല കാഴ്ച വസ്തുക്കളും അവർ ഒരുക്കിയിട്ടുണ്ട്. പുരാതനമായിട്ടുള്ള പോർച്ചുഗീസ് ഭരണകാലത്തുള്ള പല കാര്യങ്ങളും അതിനകത്ത് മ്യൂസിയം എന്നുള്ള രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാഴ്ചക്കാർക്ക് അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെയും പോയി നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. നമ്മളിപ്പം ഒരു മാലയും ഇവിടെ നേർച്ചയ്ക്കായിട്ടുള്ള മെഴുകുതിരിയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ വന്നതാണല്ലേ. അന്ന് ഈ വ്ളോഗൊന്നുമില്ല. അന്ന് നമ്മൾ അല്ലാതെ തന്നെ സാധനങ്ങളൊക്കെ എടുത്തു. നമ്മളിവിടെ ഗൈഡ് ചെയ്യാനായിട്ട് വേറൊരാളുണ്ടായിരുന്നു ഗോവയിലുള്ള. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വേൾഡ് ഹെറിറ്റേജ് മോണുമെൻ്റ് ആണ്. കാരണം അവിടെ അതിൻ്റെ ശിലാസ്ഥാപനം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്കും ഒരുപാട് വാസ്തുശില്പം ഉൾക്കൊള്ളുന്ന ഒരു ദേവാലയമാണ് ഭാരതത്തിലുള്ള ഈ ദേവാലയം. എല്ലാവരും ഇതിൻ്റെ മുമ്പിലൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഇങ്ങനെയുള്ളൊരു കാഴ്ച നിങ്ങൾ നോക്കിക്കോളൂ. അതിലെല്ലാം തന്നെ ഒരുപാട് കൊത്തുപണികളുണ്ട്. അതൊക്കെ അവിടെയൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്, പോർച്ചുഗീസ് ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാനായിട്ട് അറിയത്തില്ല. അതെ അതെ അതെ. No, thank you. No, we came before also. Thank you. ഇതാണ്, നമുക്കകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ചർച്ചിൻ്റെ ഒരു ഉൾവശം കാണിച്ചു തരികയാണ്. ഇതിൻ്റെ ഒത്തുപണി കണ്ടോ? അതെ, എത്രയോ പഴയ ദേവാലയമാണെന്ന് ആലോചിക്കും. 1605 ഉണ്ടാക്കിയാണ്. 1594 പണി തുടങ്ങി, 1605 പണി തീർന്നു. ഇവിടെ നമ്മൾ ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ വെച്ചിട്ടുള്ള ദേവാലയം. സെയിന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ വെച്ചിരിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു 10 വർഷത്തേക്ക് ഡിസ്പ്ലേ ചെയ്യും, എക്സ്പോസിഷൻ ഉണ്ട്. 2014 ലാസ്റ്റ് എക്സ്പോസിഷൻ നടന്നത്. ശരി, അതും ഇതായിട്ടുള്ള മൃതശരീരമാണ്. മൃതശരീരം അല്ല, റിലിക്സ് ആണ്. പല പല ഭാഗങ്ങളും പല പല സ്ഥലങ്ങളിലേക്ക് പോയി. ഓരോ 10 വർഷത്തിലാണോ ഇത് എടുക്കുന്നത്? 10 വർഷത്തിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഡിസ്പ്ലേ ഇനി 2024 2024 എടുക്കും അല്ലേ? 16-ാം നൂറ്റാണ്ട് ജനിച്ചു, 17-ാം നൂറ്റാണ്ട്. പിന്നെ ഇവിടെ സ്പെയിനിൽ ജനിച്ചിട്ട് യൂറോപ്പിലെ പല ഭാഗങ്ങളിലും മിഷണറി പ്രവർത്തനം നടക്കും. ഇവിടാണ് അതിൻ്റെ പുറവശം അല്ലേ, സൈഡ് വശം അല്ലേ? പിന്നെ ഏഷ്യയിലും ചൈനയിലും ജപ്പാനിലും ഒക്കെ ഉള്ള മിഷണറി പ്രവർത്തനങ്ങൾ ഈ എക്സ്പോസിഷൻസിന്റെ സമയത്ത് ഇങ്ങനെ കൊണ്ടുവരും. 1744 എക്സ്പോസിഷനിൽ ഈ കോഫിൻ ഉണ്ടാക്കി. ഓ ശരി ശരി. പൈൻ വുഡ് കൊണ്ട്. വസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ചർച്ചിൻ്റെ പല രൂപങ്ങളിവിടെ എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോസ്, പല ഛായാചിത്രങ്ങളുണ്ട് ഇവിടെ. എല്ലാ പഴയ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പണിഞ്ഞ സമയത്തുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്.
ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒക്കെ ഒരു ഷോ ഉണ്ട്, അതിന് ടിക്കറ്റ് ഉണ്ട്. പാർട്ടി ഗാലറി കയറിയപ്പോൾ അവിടെ 10 രൂപയുടെ ഒരു ഇതുണ്ട്. ഒരുപാട് ശിലകളൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ്ട് ഈ ഗാർഡനകത്ത് കണ്ടോ, അതിൻ്റെ ആ മണിയൊക്കെ ഉണ്ട് അവിടെ കണ്ടോ. അടുത്ത് കാണിക്കാൻ ഇവിടെ നിന്ന് കാഴ്ച വരുന്നത് കണ്ടോ. നമ്മൾ എക്സിറ്റ് ചെയ്തു. അവിടെയുള്ള ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കൊന്തയൊക്കെ മേടിച്ചു. ഇത് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ഒരു സ്റ്റാച്യു നമുക്ക് കാണാം. ഒറ്റ മിനിറ്റ്. 1906 ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാച്യു. ചേച്ചി ഫോട്ടോ എടുക്കുന്നു.